ഒരു സമയത്ത് ജനപ്രിയ നായകനെന്ന് നമ്മളെല്ലാവരും വിളിച്ചൊരു വ്യക്തിയാണ് ദിലീപ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ എല്ലാം മനസ്സിൽ അദ്ദേഹം ജനപ്രിയ നായകൻ തന്നെയാണ്. പക്ഷെ പഴയ ആ ഒരു ജനപ്രിയ നായകൻ ഇപ്പോഴത്തെ ആ ഒരു തലമുറയുടെ ഫ്ലോയ്ക്കത്ത് ഉയരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലെ 3 സിനിമകളാണ് പൊട്ടിപ്പാളീസായി പോയത്. അവസാനമായി അദ്ദേഹത്തിൻ്റെ വിജയിച്ചൊരു സിനിമ എന്ന് പറയുന്നത് വോയിസ് ഓഫ് സത്യനാഥനാണ്. വോയിസ് ഓഫ് സത്യനാഥിന് ശേഷം ഇറങ്ങിയ സിനിമകളാണ് ബാന്ദ്ര, തങ്കമണി, അതുപോലെ തന്നെ പവി, ടേക്ക് കെയർ തുടങ്ങിയ സിനിമകളൊക്കെ. പക്ഷേ ഈ ഒരു 3 സിനിമകളും ഇതുവരെ OTTയിലേക്ക് എത്തിയിട്ടേ ഇല്ല. നമുക്കറിയാം അവസാനമായിട്ട് ദിലീപിൻ്റെ കുറച്ചെങ്കിലും ഹിറ്റായ സിനിമ എന്ന് പറയുന്നത് വോയിസ് ഓഫ് സത്യനാഥനാണ്. അതുമാത്രമല്ല അവസാനമായിട്ട് OTTയിൽ ഇറങ്ങിയ സിനിമയും അത് തന്നെ 2017 ദിലീപ് അവസാനമായിട്ടൊരു സൂപ്പർ ഹിറ്റ് അടിക്കുന്നത്. അത് രാമലിയിലേക്കാണ്. അതിനുശേഷം ഒരു സൂപ്പർ ഹിറ്റിന് വേണ്ടി ദിലീപ് കിടന്ന് കഷ്ടപ്പെടുകയാണ്. പക്ഷെ പറ്റുന്നില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 3 പ്രധാനപ്പെട്ട സിനിമകളായിരുന്നു. പ്രത്യേകിച്ച് തങ്കമണി, ബാന്ദ്രയൊക്കെ അദ്ദേഹം വിജയിക്കുമെന്ന് വിചാരിച്ച സിനിമകളാണ്. അതൊക്കെ വൻ പരാജയമായി പോയി. കൂടാതെ പവി, ടേക്ക് കെയറും തുടക്കത്തിൽ നല്ല എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ പവി ടേക്കറിന് കിട്ടിയെങ്കിൽ പോലും അവസാന നിമിഷങ്ങളിൽ അതൊന്നും മുതലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് 5 കോടി മാത്രമേ കളക്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ സിനിമ. എന്തായാലും എന്തുകൊണ്ട് ദിലീപിൻ്റെ സിനിമകൾ OTTയിലേക്ക് വരുന്നില്ല, അതിപ്പോഴും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമുക്കറിയാം ബാന്ദ്ര, അതുപോലെ തങ്കമണി, ഇത് 2 OTTയിലേക്ക് വന്നില്ല. പവി ടേക്കർ എല്ലാവരും വിചാരിച്ചു OTTയിൽ വരുമെന്ന്. പക്ഷേ അതും ഇതുവരെ OTTയിൽ വന്നിട്ടേ ഇല്ല. സോ എന്ത് പറ്റി എന്ന് ആർക്കും തന്നെ അറിയില്ല. ഇനിയും പവി ടേക്കറിനും ആ ഒരു അവസ്ഥ തന്നെയായിരിക്കും, തങ്കമണിക്കും അതുപോലെ തന്നെ ബാന്ദ്രയ്ക്കും പറ്റിയ ആ ഒരു സെയിം അവസ്ഥ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.